ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ത്രികോണാസനം പഠിക്കാം. ആദ്യം ത്രികോണാസനത്തിൻ്റെ ഗുണങ്ങൾ പറയട്ടെ. ത്രികോണാസനം ചെയ്യുമ്പോൾ കൈകൾക്കും കാലുകൾക്കും നല്ല ബലം കിട്ടുന്നു. പിന്നെ ഏറ്റവും വലിയൊരു സ്ത്രീകൾക്കാണ് ഇതിൻ്റെ ഗുണം കൂടുതൽ കിട്ടുന്നത്. കാരണം സ്തനങ്ങൾ ഞാന്നു പോകാതെ തൂങ്ങാതെ താഴോട്ട് തൂങ്ങാതെ അതിൻ്റെ ഷേപ്പ് സംരക്ഷിക്കുന്നു. പിന്നെ ഉദരത്തിലെയും ഇടുപ്പുകളിലെയും കൊഴുപ്പുകൾ കുറയ്ക്കുന്നു. അത് കാരണം ചലനശേഷി, ഇടുപ്പുകളുടെയൊക്കെ ചലനശേഷി വർദ്ധിക്കുന്നു. അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ ഭംഗിയാകുന്നു. ഉദരത്തിലെയും ഇടുപ്പിലെയും ദഹനശക്തി കൂട്ടുകയും ചെയ്യുന്നു. ഇനി ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൂടെ പറയട്ടെ. കൈയും കാലുകളും സ്ട്രെയിറ്റ് ആയിരിക്കണം, മടങ്ങല്ല. കാല് മടങ്ങല്ല, കാൽമുട്ടുകളും മടങ്ങല്ല, കൈമുട്ടുകളും മടങ്ങല്ല. പിന്നെ ചെയ്യുന്നതിനിടയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കരുത്. ഒരു കൈ താഴോട്ട് കൊണ്ടുവന്ന പാദത്തിൽ മുട്ടിക്കുകയും മറ്റേ കൈ ഉയർത്തി ആ ഉയർത്തിയ കൈയിലേക്ക് നോക്കുകയും ചെയ്യണം. നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടാണ് മിക്കവാറും എല്ലാ യോഗകളും പൊങ്ങും പോയി മേളിലോട്ട് വരുമ്പോൾ നമ്മൾ കീഴോട്ട് കുനിഞ്ഞ് കാലെ തൊടുമ്പം ശ്വാസം മുഴുവൻ സാവധാനം വിട്ടിരിക്കണം. നമ്മൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ടാണ് യോഗയിൽ നമ്മൾ ഉയരത്തിലോട്ട് കൈ പൊക്കുകയോ കാല് പൊക്കുകയോ തല പൊക്കുകയോ ഒക്കെ ചെയ്യുമ്പം നമ്മൾ കുനിഞ്ഞ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതിനകത്ത് പാദത്തിലേക്ക് നമ്മൾ കൈ മുട്ടിക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റായിട്ട് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടണം. സാവധാനം വേണം ചെയ്യാൻ. കാണിക്കാം. കാലുകൾ ഇതുപോലെ ഏകദേശം ഒരു 3-3.5 അടി അകത്തി വെക്കണം. എന്നിട്ട് ശ്വാസം കൈകൾ രണ്ടും വിരിച്ച് നെഞ്ചും ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഇരിക്കണം. കൈകൾ വിരിച്ച് പിടിക്കണം. ഇപ്പം ഒരു ഗുണം കൂടെ ഞാൻ പറയാത്തൊരു ഗുണം കൂടെ ഉണ്ട്. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറയാം, നമ്മുടെ ശ്വാസകോശം വികസിക്കുന്നു, നല്ല വികാസം ലഭിക്കും. ഇപ്പം ഇങ്ങനെ കൈയുടെ പത്തികൾ മാറ്റിൻ്റെ അങ്ങോട്ട് ഫ്ലോറിലോട്ട് തിരിഞ്ഞായിരിക്കണം. കാണിക്കാം. എന്നിട്ട് കൈ കാലിൽ തൊടുമ്പം നിങ്ങൾക്ക് കാല് വരെ എത്തുകയില്ലാത്തവരാണെങ്കിൽ, അധികം യോഗ ചെയ്യാത്തവർ കാല് വരെ എത്തുകയില്ലാത്തവരാണെങ്കിൽ എത്തുന്നിടത്ത് കാലേ മുട്ടിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ പാദത്തിൽ മുട്ടിക്കാൻ പറ്റും. മറ്റേ ഉയരത്തിലേക്ക് പൊക്കിയ കയ്യെ നോക്കി ആണ് കുനിഞ്ഞ് നമ്മൾ നിൽക്കേണ്ടത്. കാണിക്കാം. നമ്മൾ നോക്കുന്ന കൈപ്പത്തിക്കകത്തോട്ടാണ് പൊക്കി പിടിച്ചിരിക്കുന്ന. ഈ ആസനവും 5-6 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോർമൽ ബ്രീത്തിങ്. ദൂരേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. കാല് കുറച്ചകത്തി.